ഹലോ ഗൈസ്, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കുരുമുളകിൻ്റെ വെറൈറ്റി അഥവാ കുരുമുളക് നമുക്ക് ഏത് രീതിയിലെല്ലാം നമുക്ക് സംസ്കരിക്കാം എന്നതിനെക്കുറിച്ചാണ്. കുരുമുളക് അത് ഇംഗ്ലീഷ് വാക്കിൽ പെപ്പർ എന്നറിയപ്പെടുന്നു. ബ്ലാക്ക് പെപ്പർ അഥവാ കറുത്ത കുരുമുളക്, ഇനി നമ്മുടെ വൈറ്റ് പെപ്പർ വെളുത്ത കുരുമുളക്. ഇത് രണ്ട് ഇനമാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഏറ്റവും വില കൂടിയ വൈറ്റ് പെപ്പർ എന്ന ഒരു കുരുമുളകിനാണ് ഏറ്റവും വില കൂടുതൽ. വൈറ്റ് പെപ്പർ എന്ന് പറഞ്ഞാൽ വെള്ള കുരുമുളക്. ഇത് നമുക്ക് വളരെ സിമ്പിളാണ്. ഏറ്റവും നല്ല പഴുത്ത പാകമായ കുരുമുളക്, ആ കുരുമുളക് നമുക്ക് വെള്ളത്തിലിടുക. വെള്ളത്തിലിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് ആ വെള്ളം വാർക്കുക. വീണ്ടും 4 ദിവസം നിഷേധിക്കുക, വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും വാർക്കുക. വീണ്ടും 4 ദിവസം വെള്ളത്തിലിട്ടുക, വീണ്ടും വാർക്കുക. അങ്ങനെ ഒരു 12 ദിവസം വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം ഊറ്റിക്കളയുക. ഇതിന് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ പഴുത്ത കുരുമുളക്, ആ കുരുമുളകിൻ്റെ പുറം തൊലി നമുക്ക് അത് ഒഴിവാക്കിക്കൊണ്ട് അത് ഉണക്കിയെടുത്ത് സംസ്കരിക്കുന്നതിനെയാണ് വൈറ്റ് പെപ്പർ അറിയപ്പെടുന്നത്. ഇത് അന്താരാഷ്ട്ര വിപണിയിൽ 1 കിലോ വൈറ്റ് പെപ്പറിന് 2500 രൂപ വിലയുണ്ട്. ഇതാണ് നമ്മുടെ പഴുത്ത കുരുമുളക്. ഈ പഴുത്ത കുരുമുളക് ഇത് നമുക്കിങ്ങനെ ഞെക്കിയാൽ ഇത് നമുക്കിതിൻ്റെ വെള്ള കുരുമുളക് നമുക്ക് ഇവിടെ തന്നെ കാണാം. ഇതിൻ്റെ ഉള്ളിലുള്ള പരിപ്പ് വെള്ളയാണ്. ഈ വെള്ള പരിപ്പാണ് കിട്ടേണ്ടത്. പുറം തൊലി ഒഴിവാക്കണം. അതിനു വേണ്ടിയുള്ള സിമ്പിൾ മെത്തേഡാണ് വെള്ളത്തിലിടുക. 4 ദിവസം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ 5-ാമത്തെ ദിവസം കളയുക. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യുക. എന്നിട്ട് ഉണക്കുക. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. ഇതാണ് ഏറ്റവും കൂടുതൽ വില. ഇനി നമുക്ക് ബ്ലാക്ക് പെപ്പറിനെ ഒന്ന് പരിചയപ്പെടാം. ബ്ലാക്ക് പെപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പച്ചക്കുരുമുളക്. ഈ പച്ചക്കുരുമുളക് നമ്മുടെ നല്ല വെള്ളത്തിൽ, നല്ല തിളപ്പിച്ച വെള്ളത്തിൽ ഒരു 45 സെക്കൻഡ്, 45 മിനിറ്റ് അല്ല, 45 സെക്കൻഡ് ഒരു കിഴി കെട്ടുക. ഒരു 10 കിലോ എന്ന തോതിൽ ഒരു തുണിയിൽ, കോട്ടൺ തുണിയിൽ കിഴി കെട്ടിയതിന് ശേഷം 45 സെക്കൻഡ് ആ ചുടുവെള്ളത്തിൽ ഇടുക. ചുടുവെള്ളത്തിലിട്ട് 45 സെക്കൻഡ് കഴിഞ്ഞ് ഉടനെ തന്നെ ആ ചുടുവെള്ളത്തിൽ നിന്നും ആ കുരുമുളക് എടുത്തിട്ട് ഉണക്കുക. അങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലുള്ള കുരുമുളകാവും. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ കറുത്ത കളറാവും. അതാണ് ഡാർക്ക് പെപ്പർ. ഇതും നല്ല വിലയാണ്. ആദ്യം ഏറ്റവും കൂടുതൽ വില വൈറ്റ് പെപ്പറിനാണ്. അത് കഴിഞ്ഞിട്ട് ഡാർക്ക് പെപ്പർ. മൂന്നാമത്തത് നമ്മുടെ സാധാ രീതിയിൽ ഉണക്കുക. കുരുമുളക് വള്ളിയിൽ നിന്ന് പറിച്ച് മെതിച്ച് ഡയറക്റ്റായി ഉണക്കുക. ഇങ്ങനെ 3 തരമാണ് നമ്മുടെ സംസ്കരണ രീതി. ഇത് മൂന്നും നമ്മുടെ നാട്ടിൽ ഉള്ള കാര്യം തന്നെയാണ്. ഒന്നുകൊണ്ട് ആവർത്തിച്ചു എന്നതാണ് ഞാൻ ഇതിലുള്ള വിഷയം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിപണന സാധ്യതയുള്ള ഈ വൈറ്റ് പെപ്പർ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. പരീക്ഷണ അടിസ്ഥാനത്തിൽ നിങ്ങളൊന്ന് സാമ്പിൾ നോക്കാവുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും വിദേശീയരായ ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വൈറ്റ് പെപ്പറിനെയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും മികച്ച കാര്യങ്ങൾ. ഇത് നമുക്ക് നമ്മുടെ സാധാരണ രീതിയിൽ നമ്മുടെ കുരുമുളക് വള്ളിയിൽ നിന്ന് പറിച്ച് നേരിട്ട് ഉണക്കുന്നതിന് പകരം ചുടുവെള്ളത്തിലിട്ട് ഒരു 45 സെക്കൻഡ് ഒരു കിഴി കെട്ടി, നമ്മുടെ വലിയ ഒരു കോട്ടൺ തുണിയിലോ മറ്റ് രീതിയിലോ കിഴി കെട്ടി ചുടുവെള്ളത്തിലിട്ട് ഉണക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കാലം എടുത്തു വെക്കുന്ന ആളുകൾക്ക്, വിലയില്ലാത്ത സമയത്ത് അടുത്ത കൊല്ലം വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, കൂടുതൽ കാലം എടുത്തു വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇതേപോലെ ചൂടുവെള്ളത്തിലിട്ട് ഉണക്കിക്കഴിഞ്ഞാൽ അത് കൂടുതൽ കാലം ഈട് നിൽക്കുന്നതാണ് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല ടേസ്റ്റും കിട്ടും. ഈ വൈറ്റ് പെപ്പറും അതുപോലെ തന്നെ ബ്ലാക്ക് പെപ്പറും രണ്ടും നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുരുമുളക് നല്ല മാർക്കറ്റ് വില, നല്ല വിലക്ക് വിൽക്കാവുന്നതാണ് എന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.